അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ്, തങ്ങളെ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്ത് തന്നെ ചെയ്തു കൊടുത്താലും എല്ലാത്തിനും കുറ്റമാണ്, സ്നേഹക്കുറവാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പക്ഷേ ഭർത്താവിൽ നിന്നുള്ളൊരു പ്രതികരണം അതൊരു നെഗറ്റീവായിട്ടാണ്. സ്നേഹക്കുറവാണ് തങ്ങളെ, പ്രയാസമാണ്, എപ്പോൾ നോക്കിയാലും ഞങ്ങളെ വീട്ടിൽ അടിയും പിടിയും കച്ചറയാണ്, ഞാനും ഭർത്താവും തമ്മിൽ പല ജാതി പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇതിനൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണമെന്ന് വിളിച്ച് ചോദിക്കുന്നവരുണ്ട്, മെസ്സേജുകൾ അയക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഇത് ദാമ്പത്യ ജീവിതത്തിലാണ്. ഇത്തരം പ്രയാസങ്ങൾ കണ്ടുവരുന്നത് ദാമ്പത്യ ജീവിതത്തിലാണ്, വിവാഹശേഷമുള്ള ജീവിതത്തിലാണ് ഇത്തരം പ്രയാസങ്ങൾ, കുടുംബ ജീവിതത്തിലാണ് ഇത്തരം പ്രയാസങ്ങൾ കണ്ടുവരുന്നത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നില്ല, മറിച്ച് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, സ്നേഹക്കുറവുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവൻ്റെ ഭാര്യ ഭർത്താവിലായിക്കോട്ടെ, ഭർത്താവ് ഭാര്യയിലായിക്കോട്ടെ, മരുമകൾ അമ്മായിമ്മയുടെ സ്നേഹം പറ്റാൻ, അല്ലെങ്കിൽ അമ്മായിമ്മക്ക് മരുമകളെ സ്നേഹം പറ്റാൻ, അങ്ങനെ എല്ലാ സ്നേഹം ആർക്കൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത്, ആരിൽ നിന്നാണോ നമുക്ക് സ്നേഹം, ആരിൽ നിന്നാണോ നമുക്ക് സ്നേഹം ആവശ്യമുള്ളത്, ഇൻഷാ അല്ലാഹ് അവർ ഈ ദിക്ർ ചൊല്ലുക. അവരെ പേര് വെച്ച് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് ഭാര്യ ഭർത്താവിൽ നിന്നാണ്. ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഞാൻ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു തങ്ങളെ, പല ജാതി എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, പക്ഷേ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. ഞാൻ മക്കളെ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നു, പക്ഷേ ഭർത്താവിൽ നിന്നുള്ളൊരു പ്രതികരണം എനിക്ക് നല്ലതായി കിട്ടുന്നില്ല തങ്ങളെ. അതിന് ഭർത്താവിനെ സ്നേഹിക്കാൻ ഞാൻ എന്താണ് ചെല്ലേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ്, അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അമൽ. ഈ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൊന്നുപോലെ നിങ്ങളെ ഭർത്താവ് നോക്കും. ആത്മാർത്ഥതയോടുകൂടി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ അമൽ സ്വീകരിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് എല്ലാവരും ചൊല്ലുക. ഈ സ്നേഹം ആവശ്യമുള്ള ഇൻഷാ അല്ലാഹ് അവരെ പേര് വെച്ച് ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തൻ്റെ ഭർത്താവ് നിങ്ങളെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ നിങ്ങളെ സ്നേഹിക്കും. ഭർത്താവിന് സ്നേഹമില്ല തങ്ങളെ, എന്തെല്ലാം വേറെ കളികളാണ്, പല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറയുന്നവരുണ്ട്. എൻ്റെ യുവാക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മയും പ്രതീക്ഷിച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നവളാണ് നമ്മുടെ ഭാര്യ. അതൊരു അടുക്കള ജോലിക്ക് മാത്രമല്ല, നമ്മുടെ സ്നേഹം കൂടി വേണം. ഒരു അടുക്കള ജോലിക്ക് മാത്രം വന്നൊരു പെണ്ണായി നിങ്ങൾ ആ ഭാര്യയെ കാണരുത്. നിങ്ങളെ മക്കളെ നോക്കാൻ വന്നൊരു പെണ്ണായിട്ട് നിങ്ങൾ ആ ഭാര്യയെ കാണരുത്. ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചത് പാവപ്പെട്ട ഫക്കീറായ അലിയാർ തങ്ങളുടെ കൈകളിലേക്കാണ്. പാവപ്പെട്ട ഫക്കീറായ, ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട ഫക്കീറായ ഒരു കൃഷിക്കാരനായ അലിയാർ തങ്ങളെ കയ്യിലേക്കാണ്
മഹദിയായ ഫാത്തിമയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചത് അവരുടെ ജീവിതമാണ് നമ്മൾ റോൾ മോഡലാക്കി എടുക്കേണ്ടത്. ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ ജീവിതമാണ് നമ്മൾ റോൾ മോഡലാക്കി എടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ആ ജീവിതമാണ് ഖൈറായ ജീവിതം. ഫാത്തിമ ബിവിയും അലിയാർ തങ്ങളും പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ അതെല്ലാം അവർ തരണം ചെയ്ത് പുഞ്ചിരിയോടെ അതിനെല്ലാം നേരിട്ട് കൊണ്ട് അവർ ജീവിക്കുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ഇന്നത്തെ തലമുറ കണ്ടുപിടിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ടതിനും പിടിച്ചതിനെല്ലാം പ്രയാസങ്ങളാണ്, വീട്ടിൽ കലഹങ്ങളാണ്. അത് ഉണ്ടാക്കുന്നത് സ്നേഹക്കുറവുകൾ കൊണ്ടാണ്. നമ്മുടെ ദാമ്പത്യം ഹൈറായ രൂപത്തിൽ അല്ലാത്തത് കൊണ്ടാണ് അവിടെ കച്ചറകളും കലഹങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നത്. ഹലാലായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും പ്രയാസകരമല്ല. ഇൻഷാ അല്ലാഹ് അത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ, അത്തരം പ്രതിസന്ധികൾ ഏർപ്പെടുന്ന ആളുകൾ, അത്തരം സ്നേഹമില്ലാതെ ഭർത്താവിൻ്റെ വേറെ രൂപത്തിലാണ് ഭർത്താവിൻ്റെ നടത്തവും ഭർത്താവിൻ്റെ പെരുമാറ്റവും എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മഹദിമാർ ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, നമ്മളെ മഹദിമാരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവർ ദിക്ർ ചൊല്ലുക, ഭർത്താവിൻ്റെ പേര് വെച്ച് ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഭർത്താക്കന്മാരാണ് ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, ഭാര്യയിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചതുപോലെ സ്നേഹം കിട്ടാത്ത അത്രയും ഭർത്താക്കന്മാർ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ആ ഭർത്താക്കന്മാരാണെങ്കിൽ ആ യുവതിയുടെ ആ ഭാര്യയുടെ പേര് വെച്ച് ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിനെ എങ്ങനെയാണോ ഭാര്യ സ്നേഹിക്കുന്നത്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് എങ്ങനെയാണോ സ്നേഹം ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അലിയാർ തങ്ങളുടെയും മഹദിയായ ഫാത്തിമ ബീവിയുടെയും ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയെ അലിയാർ തങ്ങളെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഫാത്തിമയോട് പറഞ്ഞത്, ഫാത്തിമ നിനക്ക് പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പക്ഷേ നിന്നെ അലി മരണം വരെ പൊന്നുപോലെ നോക്കും. ആ വീട്ടിൽ നിനക്ക് പ്രയാസം ഉണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പക്ഷേ മരണം വരെ നിന്നെ പൊന്നുപോലെ നോക്കും ഫാത്തിമ എന്ന് പറഞ്ഞിട്ടാണ് അലിയാർ തങ്ങളുടെ കൈകളിലേക്ക് ഫാത്തിമ ബീവിയെ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ചത്. അതാവണം നമ്മുടെ ദാമ്പത്യ ജീവിതം. അല്ലാതെ കല്യാണ ദിവസങ്ങളിൽ പടക്കം പൊട്ടിച്ചും കോലാഹലങ്ങൾ നടത്തിയുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമാകേണ്ടത്. ഖൈറായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോഴത്തെ യുവാക്കളും യുവതികളും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കല്യാണത്തിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങളും എന്തെല്ലാം ആഭാസ്യങ്ങളുമാണ് ഇന്നത്തെ തലമുറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറേണ്ടതുണ്ട്. അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ആ ഒരു ചര്യയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത്. നമ്മുടെ മക്കളെ അത്തരം അവസ്ഥയിലാണോ നമ്മൾ കെട്ടിച്ചു വിട്ടത് എന്ന് ഓരോ രക്ഷിതാക്കളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ആ മക്കൾക്ക് അവിടെ സുഖം ഉണ്ടാവില്ല, പ്രയാസങ്ങളാവും. നമ്മുടെ തങ്ങന്മാരെയും ചികിത്സാരികളെയും തേടിപ്പോകേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഹൈറായ രൂപത്തിലായിരിക്കണം നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കേണ്ടത്. ഹൈറായ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കണം അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണിച്ചല്ല നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞയക്കേണ്ടത്. ഒരു ചെറ്റക്കുടിലാണെങ്കിലും അവൻ്റെ സ്വഭാവം ഹൈറാണോ എന്നാൽ നിങ്ങൾ അവനെ ഏൽപ്പിക്കുക. അല്ലാതെ നമ്മളെ മക്കൾക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം അത്തരം പ്രയാസങ്ങളിൽ അത്തരം പ്രതിസന്ധികൾ അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹമില്ല. നമ്മൾ പറയുന്നത് ഇത്തരം അവസ്ഥയിൽ കല്യാണം കഴിക്കുന്നവർക്ക് മാത്രമല്ല ഇത്തരം അവസ്ഥ ഉണ്ടാകുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം ആളുകളുണ്ട് ഇത്തരം പ്രതിസന്ധികൾ, സ്നേഹക്കുറവുകൾ,
സ്നേഹക്കുറവുകൾ, ഭർത്താവിൻ്റെ അടുക്കൽ നിന്നുള്ള സ്നേഹക്കുറവുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ജീവിതം തന്നെ മടുത്തു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടോ ഒരു പ്രയാസം കൊണ്ടോ മറ്റുള്ളവർക്കൊരു വേദന പോലും നമ്മൾ ഉണ്ടാക്കരുത്. പാവപ്പെട്ട് നമ്മളെയും പ്രതീക്ഷിച്ച് വന്നവരാണവർ. ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് സ്നേഹമാവണം. കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ മക്കളെയും ഭാര്യയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള നല്ലൊരു സ്നേഹമുള്ള ഹൈറായ രൂപത്തിലുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അമലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അമൽ ചെയ്താൽ, ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കാൻ, ആരുടെ സ്നേഹമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഭർത്താവ് ഭാര്യയുടെ പേര് വെച്ച് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ പേര് വെച്ച് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലണം. യാ അതൂഫുൽ ഖുവ്വത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ സ്ക്രീനിൽ കാണിച്ചത് നിങ്ങൾ കണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ല. ഈ ഫുലാൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഭർത്താവാണ്, ഭർത്താവിൻ്റെ പേര് അഹ്മദ് എന്നാണ്, അല്ലെങ്കിൽ കബീർ എന്നാണ്, അല്ലെങ്കിൽ നാസർ എന്നാണ്, എന്തുമാകട്ടെ, നിങ്ങൾ ആ ഭർത്താവിൻ്റെ പേര് അവിടെ ചേർക്കുക. ഫുലാൻ എന്നുള്ള ഭാഗത്ത് ആ ഭർത്താവിൻ്റെ പേരാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 313 പ്രാവശ്യം, ഒരു ദിവസം 313 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഈ ദിക്റും കൂടി അതിലേക്ക് ചേർത്തുകൊണ്ട് ഈ വഅൽകൈത അലൈക മഹബ്ബതൻ മിന്നി എന്ന ദിക്റും ഇൻഷാ അല്ലാഹ് 111 പ്രാവശ്യം ചൊല്ലുക. നിങ്ങൾ ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഭാര്യ ഭർത്താവിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മഹാന്മാർ പഠിപ്പിച്ചു തന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഇത് മറന്നു പോകണ്ട. ഈ ദിക്ർ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. നിങ്ങൾക്ക് ആരുടെ സ്നേഹമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അവർ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി സ്നേഹിക്കും. അല്ല കണ്ടാൽ ചിരിക്കുന്ന സ്നേഹമല്ല, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കും. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. പലവരും വിളിച്ചു പറയുന്ന ഒരു പ്രയാസമായതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഓരോരുത്തർ പറയുന്ന പ്രയാസം തങ്ങളെ ഇതിൽ നിന്നൊരു വീഡിയോ ചെയ്യണം, ഇത്തരം പ്രയാസങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ചെയ്തത്. അള്ളാഹു മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വീഡിയോ ആയി നമ്മളെ വീഡിയോസുകൾ അള്ളാഹു മാറ്റുമാറാകട്ടെ. ധാരാളം ആളുകൾ കാണുന്നവരുണ്ട്, വിളിച്ചു പറയുന്നവരുണ്ട്, തങ്ങളെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകളാകുന്നുണ്ട്, അതിൻ്റെ അമലുകൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മനസ്സമാധാനമുണ്ട്. മനസ്സമാധാനമില്ലാതെ പ്രയാസപ്പെടുകയായിരുന്നു, തങ്ങളെ വീഡിയോ കാണാനിടയായി, ഞങ്ങളത് ചൊല്ലി ഇപ്പോൾ റാഹത്താണെന്ന് വിളിച്ചു പറഞ്ഞ ധാരാളം ആളുകളുണ്ട് തമ്പുരാൻ. അങ്ങനെ ധാരാളം വീഡിയോകൾ കണ്ട് വിളിച്ചു പറയുന്നവരും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ ബന്ധപ്പെടാറുണ്ട്. തങ്ങളെ പൈശാചികമായിട്ടുള്ള ഉപദ്രവമാണ്, സിഹറിൻ്റെ പ്രയാസമായി ധാരാളം വർഷക്കാലം ഞങ്ങളിതിൻ്റെ കെണിവലകളിലാണ്, തങ്ങളിതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് വിളിച്ചും പറഞ്ഞും ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. അതിൻ്റെ ചികിത്സാ രീതികൾ ചെയ്തു കൊടുത്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, നീ ഖൈർ കൊടുക്കണേ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. നിന്റെ രക്ഷ കൊടുക്കണേ നിന്റെ രക്ഷ കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ വിളിക്കുന്നവരുണ്ട്, ധാരാളം ആളുകൾ ഫോൺ വിളിക്കുന്നവരുണ്ട്, മെസ്സേജുകൾ അയക്കുന്നവരുണ്ട്, കമൻറ്റ് ബോക്സിലൂടെ ധാരാളം പ്രയാസങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്, നേരിട്ട് വന്ന് ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യണേ ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഒരു നിലക്കും അല്ലാഹു അവരെ കൊയക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ നീ സ്നേഹിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട്, പല ജാതി പ്രയാസങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകളുണ്ട്.
മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്, ദുആ വസിയത്താണ്, തങ്ങളെ ദുആ ചെയ്യണം, ഞങ്ങളെ കാര്യം മറന്നു പോകരുത്, തങ്ങളെ മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, തങ്ങളെ വീഡിയോസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ, അവരെ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ ഹസിലാക്കി കൊടുക്കണേ. നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആമീൻ എടുക്കുക, ആത്മാർത്ഥമായിട്ട് ആമീൻ എടുക്കുക. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ മനസ്സിൽ കരുതുക, ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും മനസ്സിൽ കരുതുക. എന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ആമീൻ പറയുക. നിങ്ങളുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരാളുടെ ഒരു ആബിദായ അല്ലാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ പോരെ. ഒരാളുടെ മുഅ്മിനീങ്ങളെ, മുത്തുമുഅ്മിനീങ്ങളെ, ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ മതി. നമ്മുടെ ദുആ മുതലായി, നമ്മുടെ വീഡിയോ കാണൽ മുതലായി, ഇരുത്ത മുതലായി, എല്ലാം മുതലായി. എപ്പോഴും പലരും വിളിച്ചു പറയുന്നതാണ്, തങ്ങളെ വീഡിയോസ് ഒന്നും പെടുന്നില്ലല്ലോ, കുറച്ച് ഡിലേ ആണല്ലോ എന്നൊക്കെ വിളിച്ചു പറയുന്നവരുണ്ട്. അത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പല ജാതി തിരക്കുകളാണ്. ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട്, ചികിത്സയുമായി ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങൾ, ഈ വീഡിയോക്ക് സമയങ്ങൾ വൈകുന്നത്. അത് ആരും ബുദ്ധിമുട്ടുകൾ കരുതരുത്. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥന മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഇരു കരങ്ങളും റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറഞ്ഞോളി. അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا عزيز يا جبار يا متكبر يا خالق يا رافع يا مذل يا سميع يا ذا الجلال والإكرام أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടിയങ്ങൾ നിന്നിലേക്ക്, യജമാനിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടി മാറ്റല്ലേ തമ്പുരാനെ. അമ്പിയാക്കള്, ഔലിയാക്കള്, സലഫ് സ്വാലിഹീങ്ങള്, മുസന്നിഫീങ്ങള്, മുഫസ്സിരീങ്ങള്, മൺമറഞ്ഞു പോയ അല്ലാഹുവിൻ്റെ ഔലിയാക്കള്, ഇവിടൊക്കെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. തട്ടി മാറ്റിക്കളയല്ലേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആഖിറത്തിന്റെ കാര്യമാണ് അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ ഖൈറിലാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹു, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്.
നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നതുപോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഖബറിലാണ് അല്ലാഹ്. ഖബർ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ തമ്പുരാനെ. നീ വിശാലത നൽകണേ തമ്പുരാനെ. മാറോടണച്ച മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം പൊന്നാര പൊന്നുമ്മാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പലവരും രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. രോഗശമനം നീ നൽകണേ തമ്പുരാനെ. തങ്ങളെ ദുആ ചെയ്യണേ. മുട്ടുവേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണേ. ഊരവേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണേ. കാല് വേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗങ്ങളാക്കി ഞങ്ങളെ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളല്ലാ ഞങ്ങളെ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ, നീ നൽകല്ലേ തമ്പുരാനെ. അതിൻ്റെ ഏതെങ്കിലും ഒരു അണു ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാ. നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. ലിവർ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. ഹാർട്ട് സംബന്ധമായ രോഗം അല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഡയാലിസ് രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. അല്ലാഹുവേ, ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. നീയാണ് ഷാഫി തമ്പുരാനെ. നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാറാത്ത തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസത്തിലായിത്തല്ലേ അല്ലാ, ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, മൈഗ്രെയിൻ പോലുള്ള തലവേദന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. അല്ലാഹുവേ, ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അസുഖങ്ങളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. അത്രം അസുഖം തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, മൂത്രത്തിന് പൈപ്പിട്ടുകൊണ്ടല്ല ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ആരും വെറുക്കുന്ന അറുക്കുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. മറ്റുള്ളവർ വെറുക്കുന്നൊരവസ്ഥ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. കെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളെ കെടുത്തല്ല തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഒരു പ്രവാസിക്ക് നീ ബുദ്ധിമുട്ട് കൊടുക്കല്ലേ തമ്പുരാനെ. ഒരു പ്രവാസിക്ക് നീ ബുദ്ധിമുട്ട് കൊടുക്കല്ലേ തമ്പുരാനെ. പ്രവാസ ജീവിതം നീ പ്രയാസകരമാക്കല്ലേ അല്ലാ. നീ പ്രയാസകരമാക്കല്ലേ തമ്പുരാനെ. ഇഖാമ ശരിയായിട്ടില്ല തങ്ങളെ, തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ഖൈറ് കൊടുക്കണേ അല്ലാ. നീ ഖൈറ് കൊടുക്കണേ തമ്പുരാനെ. അവിടുന്ന് മരിച്ച് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാ. കൊടുക്കല്ലേ അല്ലാ. കൊടുക്കല്ലേ അല്ലാ. കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്നും ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദ്വീപ് നിവാസികളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ദ്വീപ് നിവാസികളുണ്ട് തമ്പുരാൻ. അവരെ കൊയക്കല്ലേ അല്ലാ. അവരെ കൊയക്കല്ല തമ്പുരാനെ. അവരെ കൊയക്കല്ല തമ്പുരാനെ.
തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും അല്ലാഹുവേ. ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരികപ്പെടും. ആ സമയത്ത് മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ തമ്പുരാനെ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ നീ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റിഖായിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്, ഹുദവി നൽകണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ അല്ലാഹ് നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ തമ്പുരാനെ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നത് തമ്പുരാൻ. അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മഹദിയായ ഫാത്തിമ ബിവിയോടൊപ്പം ഖദീജ ബിവിയോടൊപ്പം ആയിഷ ബിവിയോടൊപ്പം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം അല്ലാഹുവേ മഹദിമാരെ നീ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്, നീ സ്വർഗ്ഗത്തിൽ കടത്തണേ തമ്പുരാനെ, നീ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.